ഇക്ക വന്നപ്പോഴേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ ഈ ഒരു ഊഞ്ഞാല്. വഴിയിലങ്ങാണ്ട് വിൽക്കാൻ വെച്ചിരുന്നതാണ്. അഫിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ അഫിനെക്കാട്ടിലും ഇതിൽ കിടക്കാൻ ഇഷ്ടം നിധിക്കുട്ടിക്കാണ് കേട്ടോ. അവളിങ്ങനെ വാവാവോ എന്നൊക്കെ പറഞ്ഞ് സ്വയം പാട്ടൊക്കെ പാടിയിട്ടാണ് അതിൽ കിടക്കുന്നത്. രാത്രിയായപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മായി നമ്മൾ ഡയറക്റ്റ് വിളിക്കാൻ വന്നതാണ്. അവിടെ എന്തോ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വന്ന് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞ്. ഞങ്ങളിവിടെ വരുമ്പോൾ അളിയൻ്റെ ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിന് മുമ്പ്, നമ്മളല്ല അളിയൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരുമിച്ച് കൂടൽ, ഫുഡ് ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയി. എന്നാലും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് കൂടുന്നത് വളരെ കുറവായിരുന്നു. കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ. പക്ഷെ ഒരു രസമാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കുക്ക് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കുന്നത്. അടിപൊളി ഒരു വൈബാണ്. എന്ത് തിരക്കിനിടയിലാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് നല്ല കാര്യമാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത്.